സംസാരിക്കുന്ന യു കെയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു ആൻറ്റി ഇമിഗ്രേഷൻ റാലിയുടെ പശ്ചാത്തലത്തിലായിരിക്കും. അവിടെ യു കെയിൽ മാത്രമല്ല, ഇപ്പോൾ കാനഡയിൽ യു എസിലൊക്കെ ഇങ്ങനത്തെ റാലികൾ നടക്കാറുണ്ട്. പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങൾക്കും പലതരം കാരണങ്ങളുണ്ട്, കോമൺ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ കാനഡയിൽ നോക്കുകയാണെങ്കിൽ കാനഡ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നുൾപ്പെടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വിസയൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു അനുഭവം നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടാവും. അവർ പറയുന്നത് വെച്ചാൽ ബസ്സിലൊക്കെ കയറി പോകുമ്പോൾ നമ്മൾ നാട്ടിൻപുറത്തെ ബസ്സിൽ പോകുന്ന ഫീലൊക്കെയാണ്. ആ ബസ് മുഴുവൻ മലയാളികളായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കും. അങ്ങനെ ഒരു ഫീലായി. കാരണം അത്രയധികം ഇൻഫ്ലക്സാണ് ഈ സ്റ്റുഡൻസ് വിസയിൽ വരുന്ന ആളുകളുടെ. ഇത് അവിടെ ലോക്കലി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ റെൻറ്റ് ഷൂട്ടപ്പ് ചെയ്യുന്നു, താമസിക്കാൻ സ്ഥലം കിട്ടായിരുന്നു. ഈ യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികളെ ഹയർ ചെയ്തിട്ടില്ല, വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിട്ട് ആ സിറ്റിയിൽ ഇപ്പോൾ അക്കോമഡേഷൻ സ്ഥലം വേണമല്ലോ. ഇപ്പോൾ ഒരു സിറ്റിയിലാണ് ഒരു യൂണിവേഴ്സിറ്റി എങ്കിൽ ആ സിറ്റിയിൽ ഇത്ര അധികം ആൾ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വേണ്ടേ. അങ്ങനെയുള്ള മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വശത്ത് റെൻറ്റ് ഷൂട്ടപ്പ് ചെയ്യുന്നു. ഇത് ആ ഒരു എക്കണോമിക് പ്രശ്നമാണ്. റെൻറ്റിന് വാടകയ്ക്ക് വീട് കിട്ടാണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ അതിപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം, കേരളത്തിലേക്ക് നോർത്ത് ഇന്ത്യയിൽ കുറേ അധികം അതിഥി തൊഴിലാളികൾ വരുവാണ്. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവരെന്ത് വാടകയ്ക്കും വീട് വാടക എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ആളുകൾക്കും വാടക ആക്സസിബിൾ അല്ലാണ്ടായി മാറും. ഒറ്റ ഉദാഹരണം പറയാം, ഈ മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലം, ഇതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ വാടക ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം മീഡിയ വൺ തുടങ്ങിയതിന് ശേഷം അത് ഹൈ ഷൂട്ടപ്പ് ചെയ്തു. അപ്പോൾ ഈ പ്രശ്നം എന്താവും, ഈ പ്രദേശത്തുള്ള ആൾക്ക് വീട് വാടകയ്ക്ക് മേടിക്കുമ്പോൾ അത് പ്രശ്നമാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് അതിൽ നിന്ന്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ റേസിസം എന്നൊരു പ്രശ്നം. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, ഇപ്പോൾ യു കെയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, കാനഡയിലാവട്ടെ, പാശ്ചാത്യരെ സംബന്ധിച്ച് ഈ സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ ആളുകളെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് വിസിബിളി തന്നെ വേറെ ആളുകളാണ്. ഇപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് നിന്ന് വരുന്ന ഒരു ഇമിഗ്രൻറ്റിനെ പോലെ വിസിബിളി തന്നെ വേറെ ആളുകളാണ്. അവരുടെ കൾച്ചർ വേറെയാണ്, ഭാഷ വേറെയാണ്, വസ്ത്രം വേറെയാണ്, ആചാരങ്ങൾ വേറെയാണ്, ഫുഡ് വേറെയാണ്, എല്ലാം വേറെയാണ്. അതുണ്ടാക്കുന്ന ഒരു തരം അസ്വസ്ഥതയുണ്ട്. കാരണം അവരുടെ ഒരു മുഖ്യധാര കൾച്ചറിലേക്ക് അവർ ലയിച്ചു ചേരുന്നില്ല എന്നൊരു ഫീൽ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അസ്വസ്ഥത ഉണ്ടാകും. മറ്റൊന്ന്, ഈ നിലനിൽക്കുന്ന റേസിസം, നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ, ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഇത് വലിയ തോതിലുള്ള ജനരോഷമായിട്ട് നമ്മളിപ്പോൾ കാനഡയിലാണെങ്കിലും യു കെയിലായിട്ടും കാണുന്നത്. ഇപ്പോൾ യു കെയെ സംബന്ധിച്ചാണെങ്കിൽ യു കെക്ക് സവിശേഷമായ ഒരു അഭയാർത്ഥി കുടിയേറ്റ പ്രശ്നമുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 2016 അവിടെ ബ്രെക്സിറ്റ് നടപ്പാക്കി. അതിനു മുമ്പ് യു കെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായ ഒരു കൺട്രിയായിരുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകുമ്പോൾ എന്താണ്, ബോർഡറുകൾ തുറന്നു വയ്ക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ അംഗമായിട്ടുള്ള ഏത് രാജ്യങ്ങളിൽ നിന്നും ആർക്കും ഏത് യൂറോപ്യൻ അംഗരാജ്യത്തും പോകാം, അവിടെ ജോലി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ കുടിയേറ്റം നോക്കിയാലും ഇമിഗ്രേഷൻ നോക്കിയാലും ഇനി അസൈലം സീക്കേഴ്സായിട്ട് വരുന്ന, അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുടെ എണ്ണം നോക്കിയാലും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടിക പരിഗണിക്കുമ്പോൾ യു കെ ആദ്യത്തെ 10 രാജ്യങ്ങളുടെ സ്ഥാനത്ത് പോലും ഇല്ല. അതായത് കുടിയേറ്റത്തിന് വേണ്ടി ആളുകൾ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അസൈലം സീക്കേഴ്സായിട്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ യു കെ ഇല്ല. താരതമ്യേന കുറവാണ് അവിടെ. അപ്പോൾ 2016 മുമ്പുള്ള ഒരു സെനാരിയോ എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് യു കെയിലെ ഈ അൺസ്കിൽഡ് ജോലികൾ ചെയ്യാൻ, അവിദഗ്ധ തൊഴിലുകൾ ചെയ്യാൻ ആളുകൾ വന്നിരുന്നത് പ്രധാനമായും ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നാണ്. ഇപ്പോൾ 2004 കൃത്യ ഡേറ്റ് ഓർമ്മയില്ല, 2004 മറ്റോ ആണ് കുറേ അധികം ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ അംഗം വന്നു. ഉദാഹരണത്തിന് പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ, റൊമാനിയ, അങ്ങനെ തുടങ്ങിയ കുറേ അധികം രാജ്യങ്ങൾ. അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് ഈ അവിദഗ്ധ തൊഴിലാളികൾ ധാരാളമായി യു കെയിലേക്ക് കുടിയേറി. അപ്പോൾ അവർ കാഴ്ചയിൽ പാശ്ചാത്യരാണ്, വെള്ളക്കാരാണ്, അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ അവരോടുള്ള അസംതൃപ്തി എന്താണെന്ന് വെച്ചാൽ, ഇവർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇവർ ഹാർഡ് വർക്കേഴ്സാണ്. ഈ ഈസ്റ്റേൺ യൂറോപ്യൻ, പ്രത്യേകിച്ചും പോളണ്ടുകാർ ഹാർഡ് വർക്കേഴ്സിന് അവർ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. 8 മണിക്കൂർ ജോലി, ബാക്കി സമയം വിശ്രമം എന്നുള്ള ഒരു പരമ്പരാഗത യു കെ സ്റ്റൈൽ അവിടെ അട്ടിമറിക്കപ്പെടുകയാണ്. അവർ 12 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണ്, എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, ശമ്പളം കുറച്ച് മേടിച്ചാലും കൂടുതൽ ജോലി ചെയ്യാൻ തയ്യാറാണ്. ഇത് ഈ യു കെയിലെ അവിദഗ്ധ തൊഴിലാളികൾക്ക് ഇവരോടുള്ളൊരു പ്രശ്നത്തിന് കാരണമാകുന്നു. ഇവർ വരുന്നതോടുകൂടി നമുക്ക് കൂടുതൽ ജോലി ഭാരം കൂടുന്നു, ശമ്പളം കുറയുന്നു, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ. മറ്റൊന്ന്, അവരുടെ തന്നെ കൾച്ചറിലെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പോളണ്ടുകാരുടെ ഭക്ഷണ രീതി, അവരുടെ ഒരു എന്താണ് സോഷ്യൽ ബിഹേവിയർ. ഇപ്പോൾ ബ്രിട്ടീഷുകാർ പൊതുവെ നമ്മൾ ബ്രിട്ടീഷുകാരെ പറ്റി മാന്യന്മാർ എന്നാണ് പറയുക. ഇപ്പോൾ പോളിഷുകാർ കുറേ കൂടി ലൗഡായിട്ട് സംസാരിക്കുന്ന, അവരുടെ കമ്മ്യൂണിറ്റികൾ കുറേ കൂടി ലൗഡാണ്, അവരുടെ ഭക്ഷണ രീതി മറ്റൊന്നാണ്. പിന്നെ കുറേ കൂടി ആൽക്കഹോളിക്കൊക്കെയാണ്, അവർ പരസ്യമായിട്ട് മദ്യപിക്കുന്നതിൽ പ്രശ്നമില്ല അവർക്ക്. ഇവരും മദ്യപിക്കുമെങ്കിൽ പോലും അത്തരം മദ്യപാനങ്ങൾ ഇവർക്ക് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു കൾച്ചറൽ ക്ലാഷ്, ഒരു ഫിക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പക്ഷേ അത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു വലിയ തോതിലുള്ള ആൻറ്റി ഇമിഗ്രേഷൻ ഇതിലേക്ക് പോയിട്ടില്ല.
പക്ഷേ ഈ ബ്രെക്സിറ്റ് നടക്കുന്ന സമയത്ത്, ബ്രെക്സിറ്റിൻ്റെ സമയത്ത് UK പല നഗരങ്ങളിലും ഈ ഗ്രഫിറ്റികൾ ഉണ്ടായിരുന്നു. പോളണ്ടുകാർ രാജ്യം വിടുക, അവരോട് ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വയലൻ്റ് ആയിട്ടുള്ള ഗ്രഫിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബ്രെക്സിറ്റ് കഴിഞ്ഞു, UK അതിൻ്റെ ബോർഡറുകൾ അടച്ചു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് ആളുകൾക്ക് വരാൻ കഴിയില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ തിരിച്ചു പോവുകയോ പിന്നെ വരാതാവുകയോ ചെയ്തുകൂടി ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ വിദഗ്ധ തൊഴിൽ ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. അപ്പോഴാണ് UK എന്ത് ചെയ്യുന്നത്, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ ആളുകൾ വരുന്നു, വിദഗ്ധരുമായി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സ് അവിടെ വരുന്നു, അവർ ജോലി എടുക്കുന്നു. അപ്പോൾ മുമ്പ് ഈ പറയുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ ആളുകളെ കണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നവരാണ്. ഇപ്പം അന്ന് അവർ വൈറ്റ് ആളുകളാണ്, ഈ പോളണ്ടുകാരും റൊമേനിയക്കാരൊക്കെ വൈറ്റാണ്. ഇപ്പോൾ വരുന്നവരാണ് ബ്രൗൺ നിറമുള്ള ഈ ആളുകളാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു അസ്വസ്ഥതയുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനിടയിൽ ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ വല്ലാണ്ട് ശല്യമായിട്ടുള്ളൊരു മാധ്യമങ്ങൾ ഞാൻ പറയുന്നത് ടാബ്ലോയിഡുകൾ എന്ന് പറയുന്നത്, മഞ്ഞപ്പത്രങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്ന ടാബ്ലോയിഡുകൾ ധാരാളമുള്ള, അതിന് കുറേ റീഡേഴ്സുള്ള സ്ഥലമാണ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ അസൈലം സീക്കേഴ്സായിട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളായിട്ട് പലരും വരുന്നുണ്ട്. അതിലിപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുള്ളവരുണ്ട്, അങ്ങനെ പല രാജ്യങ്ങൾ, നൈജീരിയക്കാരുണ്ട്, അങ്ങനെ പല രാജ്യക്കാരുമുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പെയിനാണ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനിയാണ് അവരുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ. ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ അസൈലം സീക്കേഴ്സ് സ്വീകരിക്കുന്നൊരു സ്ഥലം. UK അതിലൊക്കെ വളരെ കുറവാണ്, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇവരിത് ഈ മഞ്ഞപ്പത്രങ്ങൾ ഇതിനങ്ങ് പെരുപ്പിച്ച് കാണിക്കുന്നു. പ്രത്യേകിച്ചും ഫ്രാൻസ് വഴി UK വന്നിട്ടുള്ള ഈ അസൈലം സീക്കേഴ്സ് ബോട്ട് വഴിയാണ് വന്നത്. അപ്പോൾ സെൻഡ് ദ ബോട്ട്സ് ബാക്ക് എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. ബോട്ട് വഴി വരുന്ന അസൈലം സീക്കേഴ്സിനെ തിരിച്ചയക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ, അസൈലം സീക്കേഴ്സായിട്ട് ഈ യൂറോപ്പിലെ ഏത് രാജ്യങ്ങൾ വന്നാലും, ഇപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും ബ്രിട്ടീഷ് നിയമപ്രകാരം എന്താണ് ഈ വരുന്ന അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് അവർക്ക് താൽക്കാലികമായി താമസ സൗകര്യം ഒരുക്കണം, അവർക്ക് ജോലി കിട്ടുന്നവരെ, ജോലിയാവുന്നവരെ എന്ത് ചെയ്യണം, അവർക്ക് നിശ്ചിത തുക കൊടുക്കണം. അപ്പോൾ ഇവർ ഇത്ര ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ നഗരങ്ങളിലേക്കും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയാണത് ഡിസ്പേഴ്സ് ചെയ്യുക ആളുകളെ. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് അവർ താമസിപ്പിക്കില്ല. അപ്പോൾ ഇവർ ചെല്ലുന്ന താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ വീട് വാടകയ്ക്ക് എടുക്കുന്നില്ല, അവരെ ഹോട്ടലിൽ താമസിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ടാക്സ് മണിയാണ് എന്നൊരു പ്രചാരണം. ഈ പ്രചാരണം നടന്നത് പ്രധാനപ്പെട്ട ഈ മഞ്ഞപ്പത്രങ്ങളാണ്. അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർ ഈ ഒരു സാധാരണ ബ്രിട്ടീഷുകാരനെ സംബന്ധിച്ച് പത്രം തുറന്നു കഴിഞ്ഞാൽ ലോകത്തുനിന്ന് മുഴുവൻ ബോട്ടിൽ കയറിയ ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വരുവാണ്, നമ്മുടെ രാജ്യം കൈവിടാൻ പോകുകയാണെന്നൊരു ഫീൽ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ഏറ്റവും കുറച്ച് അഭയാർത്ഥികൾ വരുന്നു, ഏറ്റവും കുറച്ച് ഇമിഗ്രേഷൻ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് UK. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, ഇപ്പോൾ ജർമ്മനി മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് UK വളരെ കുറവാണ്. പക്ഷേ ആളുകളുടെ ഫീൽ എന്താണ്, ഇവരൊക്കെ ഇങ്ങോട്ട് വരുവാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 75% വൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ബാക്കി 25% എന്തുള്ളത്, ഈ ഇന്ത്യക്കാരും ബ്ലാക്സും എല്ലാം മറ്റ് റേഷ്യൽ വിഭാഗങ്ങളും ഉള്ളത്. അപ്പോഴും അവർ ഫീൽ എന്താണ്, ഇത് മൊത്തം അവർ കൈയടക്കാൻ പോകുന്നു, മൊത്തം പ്രശ്നമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കൾച്ചറൽ ഗ്യാപ്പ്, അതൊരു പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ മുമ്പ് ഒരു ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ട്യൂബ് എന്ന് പറയുന്ന അവിടുത്തെ മെട്രോയിൽ ഒരു സൗത്ത് ഏഷ്യക്കാരിയായ, എനിക്ക് തോന്നുന്നു തമിഴ്നാട് സ്വദേശിയായ ഒരു യുവതി കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, വളരെ വൈറലായൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ കൾച്ചറൽ ഗ്യാപ്പിൻ്റെ പ്രശ്നം ഒന്ന്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ മണം അവർക്കത് പറ്റില്ല. നമ്മുടെ ഭക്ഷണം നമുക്ക് വളരെ സ്വാദിഷ്ടവും ആ മണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അവർക്കത് പറ്റണമെന്നില്ല. നമ്മുടെ പല സോഷ്യൽ ബിഹേവിയറും അവർക്ക് സ്വീകാര്യമേ അല്ല. സോഷ്യൽ ബിഹേവിയർ മാത്രമല്ല, നമ്മുടെ കൾച്ചർ. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് ഒരു ബ്രിട്ടീഷിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു സംഭവം എങ്ങനെ നടക്കും? ഇതൊന്നും ബ്രിട്ടീഷ് കൾച്ചറല്ല, ഇതൊക്കെ ഇങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവരികയാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ മാരേജ് ബ്യൂറോ നടത്തി അറേഞ്ച് മാരേജ് നടത്തുകയാണ്, ഒക്കെ ഭയങ്കര മോശമാണ്. അതിൽ ഹിജാബ്, പ്രത്യേകിച്ച് മുസ്ലിം കൺട്രീസിൽ നിന്ന് വരുന്നവരുടെ ഹിജാബ്, ഹലാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും ബ്രിട്ടീഷ് വാല്യൂ അല്ല. ഇത് പുറത്താക്കണം എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ ഇത് ആളിക്കത്തിക്കുന്നതിൽ ഞാൻ മുമ്പ് പറഞ്ഞ മഞ്ഞപ്പത്രങ്ങളോടൊപ്പം തന്നെ റൈറ്റ് വിങ് പ്രൊപ്പഗൻഡയുണ്ട്. റൈറ്റ് വിങ് പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയുള്ളതാണ്. ഈ ആശങ്കയെ ഊതിപ്പെരിപ്പിച്ചാൽ വോട്ട് കിട്ടുമെന്ന് രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാകുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. അത്തരം ആശങ്ക ഊതിപ്പെരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർ ഇത് എന്ത് ചെയ്യുന്നു, ഫാൻ ചെയ്ത് എല്ലായിടത്തേക്കും പടർത്തുകയാണ്. അപ്പോൾ ഈ ഫീലാണ് നമ്മൾ കണ്ട. ഏതാണ്ട് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതൊരു സൂചനയാണ്. അത് പലതരത്തിൽ ഈ ഇമിഗ്രൻസിന് കൂടിയുള്ള, ഇമിഗ്രൻസ് എന്ന് ഞാൻ പറയുന്നത് ഈ അസൈലം സീക്കേഴ്സ് അല്ല, ജോലി വിസയ്ക്ക് വേണ്ടി അവിടെ പോയി ജോലി ചെയ്യുന്നവർക്കുള്ളൊരു സൂചനയാണ്. നമ്മളൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തെ നിലനിൽക്കുന്ന ഒരു കൾച്ചർ, ട്രഡീഷൻ, അതിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ബിഹേവിയർ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കാണുന്ന പല റീൽസിലും പലതരം, പാരീസിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ അധികം ആൾക്കാർ കൂട്ടം കൂടി തേങ്ങ പൊട്ടിക്കുന്ന ഒരു സീൻ ഓർക്കുന്നുണ്ടോ? അതുപോലെ അങ്ങനെയുള്ള കുറേ അധികം റീൽസ് നമുക്ക് തന്നെ അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ മറ്റൊരു രാജ്യത്ത് പോയി പെരുമാറുക.
ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് യൂറോപ്പിൽ നിന്ന് കുറേ അധികം ആളുകൾ ഇമിഗ്രേഷൻ, ഇപ്പോൾ ഇന്ത്യ മോദിജി ആഗ്രഹിക്കുന്ന പോലെ വലിയ വികസിത രാജ്യമായി യൂറോപ്യന്മാരെന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി വരുന്നത് കരുതുക. അവരിവിടെ വന്നിട്ട് അവരുടെ യൂറോപ്യൻ കൾച്ചർ നമ്മുടെ റോട്ടിൽ കാണിച്ചാൽ നമുക്ക് അസ്വസ്ഥത വരില്ലേ? ആ ഒരു അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഇമിഗ്രൻസ് ആയിട്ട് അവിടെ പോകുന്ന ആളുകൾ, വിസ എടുത്ത് പോകുന്ന ആളുകൾ അത് അങ്ങനത്തെ ഡിസ്കഷൻ ഈ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ തന്നെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കുറച്ചുകൂടി ഈ ഗണേശ ചതുർത്ഥിയുടെയൊക്കെ പേരിലുള്ളൊരു അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള പരിപാടികളുടെ പേരിൽ അവർക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ നമ്മൾ പെരുമാറാതിരിക്കുക എന്നുള്ളതൊരു മിനിമം സിവിക് സെൻസും മര്യാദയാണ്. അത്തരം ഒരു ബോധത്തിലേക്ക് ഇമിഗ്രൻസ് മാറാൻ ഇത്തരം റാലികൾ ഉപകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.